ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിനി. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ 5 വർഷം മുമ്പ് ഒരു സോഫ കമ്പനി തുടങ്ങാൻ വേണ്ടി ഒരു സെക്കൻഡ് മെഷീൻ വാങ്ങാൻ വരെ നല്ലൊരു അടങ്ങാറായ ഒരു ടൈം ഉണ്ടായിനി. ഈ മാഷാ അല്ലാഹ് ഇപ്പം ആ സ്ഥാനത്ത് ഞാൻ സോഫൻ്റെ കമ്പനി തുടങ്ങാൻ വേണ്ടി അത്യാവശ്യം നല്ലൊരു ഏരിയ കണ്ണായ സ്ഥലം വാങ്ങി പറഞ്ഞിട്ട് ആ വീഡിയോൻ്റെ അടിയിൽ എനിക്ക് വന്നൊരു കമൻ്റാണ്, ഞാൻ 10, 12, 20 വർഷമായി ഇപ്പോഴും ഇതേമാതിരി തന്നെയാണ്, ബിസിനസ് വളർച്ചയില്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് അതിൽ കമൻറ്റ് വന്നത്. പിന്നെ അതിന് മെയിൻ കാരണം നമ്മളെ ബിസിനസ് വളരാനും നമ്മളെ ബാക്കിക്കാരൻ നയിക്കാരം, നമ്മളെ ബിസിനസ് വളരാതെ ഇരിക്കാനും നമ്മളെ ബിസിനസ് നഷ്ടത്തിൽ പോകാനും ബിസിനസ് പൊട്ടാനും കാരണം നമ്മളെ ബാക്കിക്കാരൻ നയിക്കാരം. അത് നമ്മൾ ബിസിനസ്സുകാർ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ റിലേറ്റീവ്, നമ്മളെ അയലക്കാർ, നമ്മളെ കട്ട ഫ്രണ്ട്, നമ്മളെ അത്രയ്ക്കും ബന്ധമുള്ളവർ, ഓലൊക്കെയാണ് നമ്മളെ ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ വളർച്ച ഇല്ലാതാക്കാൻ ഏറ്റവും കാരണം. അത് അതേമാതിരി ഇങ്ങനെ പോകും. അതിന് മെയിൻ കാരണം നമ്മൾ കടം കൊടുക്കണതാണ്. നമ്മളെ ബന്ധം വെച്ചായിട്ട് ഓരോരുത്തർ കടം കൊണ്ടുപോകും. എന്നിട്ട് അതിൻ്റെ പൈസ കിട്ടാൻ നമ്മൾ അതിൻ്റെ വേത്തല നടക്കും, കിട്ടൂല, കുറേ കിട്ടും. അപ്പോൾ നമ്മളെ ബിസിനസ്സിന് ഒരിക്കലും നമ്മൾ ഞാൻ ഇപ്പോൾ എൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്ന് കൂലിയായിട്ടാണ് എടുക്കണത്. എൻ്റെ ബിസിനസ് ആണെങ്കിലും അതിന് കൂലിയാണ് ഈ ദിവസം എടുക്കണത്. എന്നിട്ട് എനിക്കൊരു തലാണി വേണമെങ്കിൽ വരെ ഞാൻ കൂലിൻ്റെ അടുത്ത് പൈസ കൊടുത്തായിട്ട് തലാണിക്ക് പൈസ നമ്മളെ കൗണ്ടറിൽ കൊടുത്ത് ഇന്ന് തലാണി വരെ ഞാൻ പൈസ കൊടുത്താൽ വാങ്ങണേ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ബിസിനസ്സിന് എപ്പോഴും മുൻപന്തി ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മളെ കുടുംബക്കാരാണെങ്കിലും റിലേറ്റീവ് ആണെങ്കിലും അയലക്കാരാണെങ്കിലും മാക്സിമം കുറച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റിനായിട്ട് ഒരു 100 റുപ്യ 200 റുപ്യ അധികം കിട്ടിയാലും മതി, സാധനം അത്രയും കുറച്ച് കൊടുക്കുക. കടം ഒരിക്കലും കൊടുക്കരുത്. കടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കച്ചവടം ബാക്കിക്കേ പോവുള്ളൂ. ഇനിയിപ്പോൾ എത്ര ലാഭം കിട്ടിയിട്ടും കാര്യമില്ല, കടം ഒരിക്കലും കൊടുക്കരുത്. ആ കമൻ്റ് ഇട്ട് അദ്ദേഹത്തിന് 90% അതെന്നെ ഉറപ്പായിക്കാരം. കാരണം റിലേറ്റീവോ ബന്ധുക്കാരോ അയലക്കാരോ കട്ട കമ്പനിക്കാരൊക്കെ കടം കൊണ്ടായിട്ട് പൈസ കൊടുക്കാതെക്കലും പിന്നെയും കൊണ്ടുപോകും. ഓരോ ഈ കടം തീരെ കൊടുക്കാതെ നിന്നാൽ തന്നെ നമ്മൾ ഏകദേശം നീർന്നിക്കും. അതാണ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ തന്നെ കാരണം, നമ്മളെ കുറ്റിക്കാട്ടൂർ ഷോറൂമിന് എൻ്റെ ഒരു പാർട്ട്ണർ ഇന്നലെ ഒരു 10,000 റുപ്യ കടം കൊടുത്തതിൻ്റെ പേരിൽ കാറൊരു ആക്സിഡൻ്റ് ആകേണ്ടിയത്. കാരണം ആ 10,000 രൂപക്കും വേണ്ടി നമ്മൾ ഫോൺ എടുത്ത് വിളിച്ചാൻ വേണ്ടി കാർ ഓട്ടുന്നതിൻ്റെ ഇടയിൽ വിളിച്ചതായി, ബസ്സിന് പോയി തട്ടി വേർക്കൊക്കെ ആക്സിഡൻ്റായി കോടി ഇതായി. അതിനിപ്പോൾ കാറിനിപ്പോൾ 1 ലക്ഷം കൊടുത്ത് നന്നാക്കുക വിഷയമല്ലേ ഇനി. പക്ഷെ ആ ടൈമാണ് ഇനി വണ്ടി വെച്ചു കൊടുക്കലും സർവീസ് സ്റ്റേഷനിൽ കൊടുക്കലും അങ്ങനെ ഇങ്ങനെയായിട്ട് നമ്മളെ ടൈമും പോകും. നമുക്ക് ബിസിനസ്സിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ആ ടൈം നമുക്ക് ഒരു 10,000 റുപ്യ കടം കൊടുത്തതിൻ്റെ പേരിൽ നമ്മളെ ബിസിനസ്സിൻ്റെ വളർച്ചയിൽ അത് ആ ഒരു രീതിയിൽ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബിസിനസ്സിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കടം കൊടുക്കൽ മൊത്തത്തിലാണ് നിർത്തുക. ഇനി കടം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എഴുതി തള്ളിയാളേ. കാരണം അതിനും വേണ്ടി അതിൻ്റെ വെയ്ത്തല കൂടി നമുക്ക് ബിസിനസ് വളരണം എന്നുള്ള ആ ചിന്തയിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കടം കൊടുക്കാതെ വെക്കുക. എനിക്കപ്പോൾ ആ കമൻ്റ് ഇട്ട് അദ്ദേഹത്തിനോടും പറയാനുള്ളത്, മൊത്തത്തിലുള്ള ബിസിനസ്സുകാരോടും പറയാനുള്ളത്, ഇന്നോട് കൂടെ പറയാനുള്ളത്, പിന്നെ നമ്മൾ കച്ചവടത്തിൽ നല്ല ശ്രദ്ധിക്കണം. ഇപ്പം അത്രയും കോമ്പറ്റീഷൻ പിടിച്ച ടൈമാണ്. ചെറിയ മാർജിനെ എല്ലാവർക്കും കിട്ടുള്ളൂ. ഏത് ബിസിനസ്സായാലും, എൻ്റെ ബിസിനസ് എന്നല്ല ഏത് ബിസിനസ്സായാലും ചെറിയ മാർജിനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ചെറിയ നാട്ടിൻപുറത്തുള്ള ചെറിയ പെട്ടിപീടിയ വരെ അയക്കാനും, ഇപ്പോൾ തീപ്പെട്ടി മേടിച്ചാൽ വന്നേക്കാനും, ചിലപ്പോൾ 10 കോഴിമുട്ട മേടിച്ചാൽ വന്നേക്കാനും, അതുവരെ നിങ്ങൾ കടം കൊടുക്കാൻ നിൽക്കണ്ട. കാരണം നമ്മളെ ബിസിനസ് വളർച്ച ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല, നമുക്ക് കുടുംബക്കാരും ഉണ്ടാവില്ല, അയലക്കാരും ഉണ്ടാവില്ല, കട്ട ചങ്ങായിമാരും ഒന്നും ഉണ്ടാവില്ല ബിസിനസ് കുയ്യിലായ. അപ്പം ബിസിനസ് ചെയ്യണോല് പെട്ടിപീടിയ മുതൽ ഏത് പീടിയ നടത്തണോലാണെങ്കിലും ബിസിനസ്സിന് വളർച്ച ഉണ്ടാകണമെങ്കിൽ കടം കൊടുക്കാതിരിക്കുക, റേറ്റ് അത്രയും കുറച്ച് കൊടുത്തോളി. അപ്പോൾ അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നമ്മളെ ടൈമും വേസ്റ്റ് ആവും, നമ്മളെ ബിസിനസ് ഉയർച്ച ചിന്തിക്കേണ്ടി കൊടുത്ത് നമ്മൾ പിന്നെ ഒരു പിച്ചക്കാരന്മാരി അവസ്ഥയിൽ എത്തും. ആ അവസ്ഥയിൽ എത്താതെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബിസിനസ്സിൽ നല്ലൊരു വളർച്ച എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.